വലിയ ഗ്ലാസ് എനിക്കാണെങ്കിൽ അറിയാനാണ് വലുത്. അല്ല ഞാൻ എനിക്കിതോ അല്ല ഞാൻ ആരാണ് നല്ല എനിക്ക് ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേട്ടല്ലോ. ഗ്ലാസ് പൊട്ടിച്ചേ. ഈ വലിയ ഗ്ലാസ് പൊട്ടിച്ചോ? എത്ര പൈസന്റെ ഗ്ലാസ് ആണെന്ന് പറയുന്നത്? ഇത് പൊട്ടിച്ചോ? ഇതാരാ പൊട്ടിച്ചേ? സത്യം പറയണം, ഈ ഗ്ലാസ് നിങ്ങളിൽ ആരാ പൊട്ടിച്ചത്? നിങ്ങൾ 3 ആളുകളാണ് ഇവിടുന്ന് വെള്ളം കുടിച്ചത്. ആരാണ് പൊട്ടിച്ചത്? സത്യം പറഞ്ഞോളി. നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട, സത്യം പറഞ്ഞോ. ആരാണ് ഈ ഗ്ലാസ് 3-ല് ആരാണ് ഈ ഗ്ലാസ് പൊട്ടിച്ചതെന്നുള്ളത്? 2 മിനിറ്റ് സമയം തരും. 2 മിനിറ്റ് സമയം. അതിനുള്ളില് ഗ്ലാസ് പൊട്ടിച്ചത് ആരാന്ന് എന്നെ അറിയിച്ചില്ലെങ്കിൽ അപ്പൊ കാണാം. എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞോളാം, അപ്പനോട് ഞാനാ പൊട്ടിച്ച്, ഞാൻ അടി കൊണ്ടോളാം. വേണ്ട വേണ്ട, ഞാൻ നോക്കിക്കോളാം. ഞാനല്ലേ വലുത്. ഞാൻ അപ്പനോ പറയാ, ഞാൻ അടി കൊണ്ടോളാം. ഞാനാണെന്ന് പറയാ, കാരണം ഞാൻ ചെയ്താണ്. അപ്പനെ അടിക്കൂല. വേണ്ട വേണ്ട, അപ്പ നല്ല ദേഷ്യത്തിലാ. എന്ത് ശിക്ഷ ഇപ്പൊ തന്നോട്ടെ, നമുക്ക് സത്യം പറയാം. നമ്മള് 3 ആളും കൂടിയാണ് ഗ്ലാസ് പൊട്ടിച്ചത്. ആ എന്താ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? 3 ആളും ഗ്ലാസ് പൊട്ടിയത് ഉപ്പ ചൂടായതാ? സാരട്ടോ, ഉപ്പ ആ ദേഷ്യത്തില് നിങ്ങളോട് ചോദിച്ചാണ്. ഗ്ലാസ് പൊട്ടിയ ദേഷ്യത്തിൽ ഉപ്പ ചോദിച്ചതാണ്. ഉപ്പ ഇങ്ങനെ പ്രശ്നമല്ല കേട്ടോ. ഉപ്പനോട് നിങ്ങൾ സത്യം പറയണം, ആരാണ് ഈ ഗ്ലാസ് പൊട്ടിച്ചെന്നുള്ളത്. അബ്ബ ആദ്യത്തെ തവണ നിങ്ങളെ ചോദിച്ചത് ദേഷ്യത്തിൽ ചോദിച്ചില്ലേ? അപ്പോഴെങ്ങാനും നിങ്ങള് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടി കിട്ടുക, നല്ല അടി കിട്ടുമായിരുന്നു. കാരണം അപ്പ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. നിങ്ങൾക്ക് 2 മിനിറ്റ് സമയം തന്നില്ല ഞാന്. എന്നിട്ട് ഞാന് അകത്തേക്ക് പോയി. അപ്പൊ ഞാൻ എന്താ ചെയ്തത് നിങ്ങൾക്ക് അറിയോ? ദേഷ്യം വന്നാല് നമ്മൾ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആദ്യം ഇരിക്കണം, പിന്നെന്ത് ചെയ്യണം? വുളു ചെയ്യണം. കാരണം ദേഷ്യം ഒരു തീ പോലെ, നമ്മുടെ ശരീരത്തിലൊക്കെ ചെയ്യുമ്പോൾ തീ പോലെയാണ്. അപ്പോൾ വെള്ളം നനച്ച തീ കെട്ടുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? വുളു ചെയ്യണം. അപ്പോൾ ഒപ്പം ചെയ്തു, ആദ്യം ഇരുന്നു, പിന്നെ വുളു ചെയ്തു. എന്നിട്ട് കാര്യങ്ങളൊന്ന് ചിന്തിച്ചു. ഏതായാലും നിങ്ങൾ സത്യം പറഞ്ഞത് വളരെ നല്ല കാര്യം. ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല. കുറച്ച് കാത്തിരിക്കുക. എന്നാൽ നല്ല രൂപത്തിൽ ആ പ്രശ്നം പരിഹരിക്കാം.